പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പ്രത്യേകിച്ച് സിനിമയിൽ എന്നെപ്പോലുള്ള വേഷങ്ങൾ ചെയ്യുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങളോടെല്ലാമായിട്ട് ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വിളിക്കുന്നത്. സംഗതി വളരെ രസകരമാണ്, എന്നാൽ വളരെ ഇമ്പോർട്ടൻ്റുമാണ്. കഴിഞ്ഞ ദിവസം എനിക്കൊരു എൻ്റെ വാട്സപ്പ് ചാറ്റിൽ ഒരു മെസ്സേജ് വരികയാണ്. നിങ്ങൾ പീയൂഷ് കാസ്റ്റിംഗ് ഏജൻസി വഴി അപേക്ഷ ഞങ്ങൾ കൺസിഡർ ചെയ്തിരിക്കുന്നു ജയിലർ 2 വേണ്ടിയിട്ട്. അപ്പം അതിൽ രജനീകാന്തിൻ്റെ മകളുടെയും റോളിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഓഡിഷൻസ് നടക്കുന്നത്. 16 to 40 years ഏജിലുള്ള ഗ്രൂപ്പിലുള്ളവരെയാണ് ഇപ്പോൾ ഇൻ്റർവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. താങ്കളുടെ പ്രൊഫൈലും ഡീറ്റെയിൽസും ഒന്നുകൂടി അയച്ചു തരണം. അപ്പം ഞാൻ 50+ ആണ്. അപ്പം നമ്മളെന്തായാലും മകളായിട്ട് എന്തായാലും വരുന്നില്ല. അപ്പം എനിക്ക് ആപ്റ്റായിട്ടുള്ള റോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൺസിഡർ ചെയ്യണമെന്ന് വെച്ചിട്ട് എൻ്റെ പ്രൊഫൈൽ അയക്കുന്നു. സുരേഷ് കുമാർ കാസ്റ്റിംഗ്സ് എന്നാണ് എൻ്റെ പേര്. അങ്ങനെ പിറ്റേ ദിവസം വേറൊരാൾ, ഈ സുരേഷ് കുമാറിൻ്റെ അസിസ്റ്റന്റ്, എന്നോട് ചാറ്റ് ചെയ്യുന്നു. നിങ്ങൾക്ക് ആധാറുണ്ടോ, അതിൻ്റെ കോപ്പി അയക്കണം, പാസ്പോർട്ടുണ്ടോ, മലേഷ്യയിലാണ് തമിഴ്നാട്ടിലുമായിട്ടാണ് ഷൂട്ട്, തിരഞ്ഞെടുക്കപ്പെട്ടാൽ നിങ്ങൾക്ക് 10,50,000 രൂപയാണ് സാലറി, പിന്നെ അങ്ങനെ കുറേ കാര്യങ്ങൾ അവർ വളരെ പ്രൊഫഷണലായിട്ട് മറുപടി. അപ്പോൾ ഒരു നിമിഷം എൻ്റെ മനസ്സിൽ ലഡ്ഡു പൊട്ടി. ആർക്കായാലും പൊട്ടും, പ്രത്യേകിച്ച് രജനി സാറ് എൻ്റെ എന്താ പറയുക, എൻ്റെ അത്രയും ഫേവറേറ്റ് ആണ്. അപ്പോൾ പിന്നെ നമ്മൾ സ്വാഭാവികമായിട്ടും പൊട്ടുമല്ലോ ലഡു. അങ്ങനെ ഇയാൾ പറഞ്ഞു, നാളെ രാവിലെ 11:30 ഞങ്ങളുടെ സുരേഷ് സാർ നിങ്ങളെ വീഡിയോ കോൾ വിളിക്കുന്നതാണ്, സംസാരിക്കും. വിളിച്ചില്ല. 11:30 ആയപ്പോൾ ഞാൻ കാത്തിരുന്നു, വിളിച്ചില്ല. അത് കഴിഞ്ഞിട്ട് അപ്പം ഞാൻ ചോദിച്ചു, വിളിച്ചില്ലല്ലോ, സാറ് വളരെ ബിസി ആയിരുന്നു, നാളെ 11 മണിക്ക് വിളിക്കുന്നു. നാളെ 11 മണിക്കും വിളിച്ചില്ല. അപ്പോൾ ഒരു 12:30 ആയപ്പോൾ ഈ പറഞ്ഞ സുരേഷ് സാർ എന്നെ ഓഡിയോ കോൾ ചെയ്യുന്നു വാട്സപ്പിൽ. നിങ്ങൾ റെഡിയാണോ? 2 മണിക്ക് പിന്നെ വീഡിയോ കോൾ വരാൻ വേണ്ടിയിട്ടാണ്, കാരണം ഒരുപാട് കണ്ടസ്റ്റൻസിനെ ഇൻ്റർവ്യൂ ചെയ്യേണ്ടതുണ്ട്, അതുകൊണ്ട് നിങ്ങൾ സാരി ഉടുത്ത് വരണം, മുടി അഴിച്ചിടണം. ആ ശരി, ഓക്കെ. ഞാൻ കേട്ടത് പാതി കേൾക്കാത്ത പാതി. എൻ്റെ ഫ്രണ്ടിൻ്റെ കടയുടെ ഇനോഗ്രേഷൻ ആയിരുന്നു, അവിടെ പോയതായിരുന്നു. അവിടുന്ന് ഞാൻ സ്കൂട്ടർ എടുത്തുകൊണ്ട് ഓടി വീട്ടിലെത്തി. പെട്ടെന്ന് ചടപടാന്ന് സാരിയൊക്കെ എടുത്തു കൊടുത്ത് റെഡിയായി. അയാൾ വിളിക്കുന്നു, ഞാൻ മുമ്പിൽ നിൽക്കുന്നു. അയാൾ പ്രൊഫൈൽ ചോദിക്കുന്നു, എൻ്റെ ഇൻട്രൊഡക്ഷൻ ചോദിച്ചു. അപ്പോൾ ഏത് ലാംഗ്വേജിൽ വേണം, തമിഴ് വേണോ ഇംഗ്ലീഷ് വേണോ എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു ഇംഗ്ലീഷ് മതി. ഞാൻ ഇംഗ്ലീഷിൽ എൻ്റെ ഹൈറ്റ്, സൈസ്, ഞാൻ എവിടെ താമസിക്കുന്നു, എത്ര പടങ്ങൾ ചെയ്തു, അതെല്ലാം പറയുന്നു. ചെരിഞ്ഞു നിൽക്കൂ, നീങ്ങി നിൽക്കൂ, പ്രൊഫൈൽ കാണിക്കൂ, എല്ലാം പറഞ്ഞു. വളരെ ഡീസൻ്റ് ആയിട്ടാണ് സംസാരിക്കുന്നത്. പിന്നെ ഷൂട്ടിന് വരുമ്പോൾ തീർച്ചയായും ഒരു കമ്പാനിയൻ കൂടെ ഉണ്ടായിരിക്കണം, ഒരു ഗാർഡിയൻ, നോട്ട് കമ്പാനിയൻ, ഗാർഡിയൻ കൂടെ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നു. വളരെ വിശ്വസ്തര്. അപ്പോൾ എന്നോട് ചോദിച്ചു, ആർട്ടിസ്റ്റ് കാർഡ് ഉണ്ടോ? ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾക്കിവിടെ ആർട്ടിസ്റ്റ് കാർഡില്ല. അമ്മ അസോസിയേഷൻ ഉണ്ട്, അവിടെ വേണമെങ്കിൽ എടുത്താൽ മതി, വേണ്ടെങ്കിൽ എടുക്കണ്ട, അതൊരു അസോസിയേഷനാണ്, ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ ആർട്ടിസ്റ്റ് കാർഡില്ല. ഇവിടെ തമിഴ്നാട്ടിൽ വർക്ക് ചെയ്യാൻ ആർട്ടിസ്റ്റ് കാർഡ് അത്യാവശ്യമാണ്. 12,500 രൂപയാണ് അതിൻ്റെ പൈസ. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ആർട്ടിസ്റ്റ് കാർഡ് എടുത്തു തരാം. പിന്നെ നിങ്ങളുടെ ഇത് അയക്കൂ, ആധാർ കാർഡ് കോപ്പി അയക്കൂ, ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ അയക്കൂ, ആധാർ കാർഡ്. അപ്പോൾ ഇന്ന് തന്നെ ആധാർ കാർഡ് ആക്ടേഴ്സ് കാർഡ് ശരിയാക്കി തന്നാൽ തരാം. അപ്പോൾ പക്ഷേ നിങ്ങൾക്ക് ഞാനിപ്പോൾ ഒരു ഇമെയിൽ അയക്കും. എൻ്റെ അസിസ്റ്റൻസിനോടും കൂടി സംസാരിച്ചിട്ട് കൺഫർമേഷൻ എടുത്ത ശേഷം ഒരു ഇമെയിൽ അയക്കും. അപ്പോൾ ആ ഇമെയിലിൽ നിങ്ങൾ ഓക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ ആർട്ടിസ്റ്റ് കാർഡിനുള്ള ആപ്ലിക്കേഷൻ കൊടുക്കും എന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇമെയിൽ വന്നു, ഞാനതിന് ഓക്കെ അയക്കുന്നു. വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ളൊരു ഇമെയിൽ, അതിൻ്റെയൊക്കെ കോപ്പി ഞാൻ ഇവിടെ ഇടുന്നതാണ്. അപ്പോൾ ഞാനത് അയക്കുന്നു. കുറച്ച് കഴിഞ്ഞാൽ എന്നെ വീഡിയോ കോൾ വിളിക്കുന്നു, ഓഡിയോ കോൾ വിളിക്കുന്നു. മാം നിങ്ങളുടെ റിപ്ലൈ കിട്ടി, വീഡിയോ കോൾ തന്നെ വിളിച്ചത്. എന്നിട്ട് പറഞ്ഞു, മാം നിങ്ങൾക്ക് കൺഫർമേഷൻ കിട്ടിയല്ലോ, നിങ്ങൾ ഓക്കെ പറഞ്ഞല്ലോ, അപ്പം നമുക്ക് ഇന്ന് തന്നെ ആർട്ടിസ്റ്റ് കാർഡ് എടുക്കാം. അതിൻ്റെ പ്രൈസ് ഇത്രയാണ്, 12,500. അപ്പം നിങ്ങൾ അയക്കുമല്ലോ? അപ്പം ഞാൻ പറഞ്ഞു, സാർ എനിക്ക് കുറച്ച് സമയം വേണം. നിങ്ങൾ ആർട്ടിസ്റ്റ് കാർഡ് ഇന്ന് തന്നെ എടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ ഞാൻ കൺഫർമേഷൻ ലെറ്റർ അയച്ചത്. ഇവിടെ ഒരുപാട് പേര് ക്യൂ നിൽക്കുകയാണ്. അപ്പം നിങ്ങളെ സെലക്ട് ചെയ്ത് നിങ്ങളെ എത്രയും പെട്ടെന്ന് കാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ അയച്ചത്. അപ്പം നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? എത്ര സമയം വേണം? ഐ നീഡ് 2 days. അതൊന്നും പറ്റില്ല. നിങ്ങളൊരു കാര്യം ചെയ്യൂ, പകുതി പൈസ ഇപ്പം അയക്കൂ. ഞാനിപ്പോൾ ഒരു QR കോഡ് അങ്ങോട്ട് അയച്ചു തരും, പകുതി പൈസ അയക്കൂ, പകുതി പൈസ പിന്നെ നാളെ അയച്ചു തന്നാൽ മതി. അതോടുകൂടി എനിക്ക് പിടുത്തം കിട്ടി. ഞാൻ എന്ത് ചെയ്തു, ശരി സാർ, ഓക്കെ, ഐ വിൽ കോണ്ടാക്ട് യു എന്ന് പറഞ്ഞിട്ട് ഞാൻ ഫോൺ കട്ട് ചെയ്തു.
മാല പാർവതി തമിഴ് പടങ്ങളിൽ അഭിനയിച്ചിട്ടുള്ള ആളാണ്. ലിജോ മോള് മലയാള പടങ്ങളിൽ. രണ്ടുപേരും എന്റെ ഫ്രണ്ട്സാണ്. രണ്ടുപേരെയും വിളിച്ചു, രണ്ടുപേരും ഫോൺ എടുത്തില്ല. അപ്പോൾ എന്റെ തമിഴില് പടങ്ങൾ ചെയ്യുന്ന സേതു എന്ന് പറഞ്ഞൊരു ആക്ടറുണ്ട്. മൈന എന്ന് പറഞ്ഞ പടത്തിൽ അഭിനയിച്ച ആളാണ്. മലയാളിയാണ്, പക്ഷെ ചെന്നൈയിലാണ്. അദ്ദേഹത്തെ വിളിച്ചു, ഇങ്ങനൊരു കാര്യമുണ്ട്, ആർട്ടിസ്റ്റ് കാർഡ് വേണോ? സേതു പറഞ്ഞു, അങ്ങനെ ഒരു കാര്യമില്ലല്ലോ, ആർട്ടിസ്റ്റ് കാർഡ് ഇല്ലല്ലോ. അപ്പൊ അതെന്തോ ഫ്രോഡാണ് ഷൈനി, അയാൾ എന്താ പറയുന്നതെന്ന് നോക്കൂ, ഒരിക്കലും ഒരു കാരണവശാലും പൈസ അയച്ചു കൊടുക്കരുതെന്ന് പറഞ്ഞു. വീണ്ടും അയാൾ വിളിക്കുന്നു, മാം ഇത് അയക്കട്ടെ, QR കോഡ് അയക്കട്ടെ, പൈസ അയക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു, സാർ എനിക്ക് 2 days സമയം എന്തായാലും വേണം. അപ്പോൾ സേതു എനിക്കൊരു ഐഡിയ പറഞ്ഞു തന്നു. ലോകേഷ് കനകരാജാണ് ഇതിന്റെ ഡയറക്ടർ. അദ്ദേഹത്തിന്റെ അസിസ്റ്റന്റ് എന്റെ ഒരു സുഹൃത്താണ്. അവരോടൊന്ന് വിളിച്ച് കൺഫേം ചെയ്തിട്ട് ഞാൻ പൈസ അയക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഫോൺ കട്ട് ചെയ്തു. അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞയാള് ഫോൺ കട്ട് ചെയ്തു. അങ്ങനെ ഞാൻ പിന്നീട് മാലപാർവതി എന്നെ കോണ്ടാക്ട് ചെയ്യുന്നു, ലിജോമോള് കോണ്ടാക്ട് ചെയ്യുന്നു, ചേച്ചി അങ്ങനെ ഒരു കാർഡില്ല, ആർട്ടിസ്റ്റ് കാർഡില്ല. അങ്ങനെ അപ്പം മലപാർവതി പറഞ്ഞു, 10 സിനിമയിൽ ഞാൻ അഭിനയിച്ചു, ഒരു കാർഡും ഉണ്ടായിരുന്നില്ല, അത് ഫ്രോഡാണ്, കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നീ എനിക്ക് ഇങ്ങോട്ട് അയച്ചു. ഞാൻ ഭാഗ്യത്തിന് എല്ലാ ചാറ്റിന്റെയും സ്ക്രീൻഷോട്ട്സ് എടുത്തിരുന്നു. അങ്ങനെ സ്ക്രീൻഷോട്ട് ഞാൻ അയച്ചു കൊടുക്കുന്നു. പുള്ളിക്കാരി പറഞ്ഞു, പുള്ളിക്കാരി അപ്പോൾ തേനപ്പൻ എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ വലിയൊരു ആർട്ടിസ്റ്റ് എന്തോ ആണ്, സിനിമയുടെ വലിയൊരാളാണ് തേനപ്പൻ സാർ. അദ്ദേഹമായിട്ട് കോണ്ടാക്ട് ചെയ്യണു. അപ്പോൾ അറിയുന്നു ഇത് ഇങ്ങനെ ഒരു സംഗതി ഇല്ല. ലോകേഷ് കനകരാജ് അറിയാതെ എന്നെ എങ്ങനെ എന്നെ ഇന്റർവ്യൂ ചെയ്തത് ഏത് റോളിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് അറിയണ്ടേ? രജനീകാന്ത് സാറിന്റെ ഭാര്യ, റിട്ടയർഡ് IPS ഓഫീസർ ഭാനി എന്ന കഥാപാത്രത്തിന് വേണ്ടിയാണ് എന്നെ ചെയ്തത്. അപ്പോൾ ഞാൻ സേതുവിനോട് പറഞ്ഞു, സേതു, നയൻതാര, മഞ്ജു വാര്യർ മുതലായ വലിയ വലിയ ആർട്ടിസ്റ്റുകളെയാണ് അവര് രജനി സാറിന്റെ അസിസ്റ്റന്റായിട്ട് എടുക്കാറ്. അപ്പൊ